കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിൽ അണപൊട്ടി രോഷം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകർക്ക് നേരെ പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ടയിൽ മന്ത്രിയുടെ കുടുംബ വീട്ടിലേക്ക് ശവപ്പെട്ടി ചുമന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ ജോർജിനുള്ള പോലീസ് സുരക്ഷ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ഇന്ന് നമ്മൾ കണ്ടത് സംസ്ഥാനത്തൊട്ടാകെ കോട്ടയത്തടക്കം എല്ലായിടത്തും നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിരത്തിലിറങ്ങി വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. കോട്ടയത്ത് ഇപ്പോഴും അത് തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. കോട്ടയത്തെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വലിയ രീതിയിൽ അണപ്പൊട്ടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇന്നത്തെ പ്രതിഷേധങ്ങൾ എത്തരത്തിലായിരുന്നു? സംഗീത, കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സംഭവത്തിന് ശേഷം തുടർ പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജ് കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ 24 മണിക്കൂറിലധികമായിട്ട് കലുഷിതമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തിയത്. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ആ പ്രതിഷേധം തടഞ്ഞു. പക്ഷേ ബാരിക്കേഡ് പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ട് പ്രവർത്തകർ മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആ സമയം പോലീസുമായി നേരിയ രീതിയിൽ സംഘർഷവും ഇവിടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുന്ന അടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് അരങ്ങേറുകയുണ്ടായത്. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധമുണ്ടായി. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് BJP പ്രതിഷേധം ഇങ്ങോട്ടേക്ക് ഉണ്ടായത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റ് രീതികളും ഒക്കെ ആയിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ രാജി ഉണ്ടാകുന്നത് വരെ തുടർ സമരങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഈ പ്രതിഷേധിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നടക്കുന്ന മുറയ്ക്ക് തന്നെ സമാന്തരമായി തന്നെ മെഡിക്കൽ കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അവിടെ പരിശോധനകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്കാരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് ഉണ്ടായി എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ സമീപത്തെ മറ്റ് കെട്ടിടങ്ങൾ ഇന്നലെ തകർന്നത് കൂടാതെയുള്ള സമീപത്തുള്ള മറ്റ് കെട്ടിടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമാനമായ രീതിയിൽ ബലക്ഷയമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം വകുപ്പ് തലത്തിലുള്ള നടപടികൾക്ക് ഉണ്ടായേക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. ആശുപത്രി സൂപ്രണ്ടിനെതിരായിട്ട് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇതിനോടനുബന്ധമായിട്ട് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ അപകടം ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം അല്പസമയം മുമ്പ് ആ മരിച്ച ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകളും ഇതിനോടനുബന്ധിച്ച് പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെയാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് വീണ ജോർജിൻ്റെ കോലം കത്തിക്കുന്ന അടക്കമുള്ള കടുത്ത പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ നടപടികളും ഒക്കെ വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും നടന്നു വരികയും
തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കരിങ്കൊടി കാണുകയാണെങ്കിൽ വീണ ജോർജിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കേരളം മുഴുവൻ മന്ത്രി സഞ്ചരിക്കുന്നത് കരിങ്കൊടിയുടെ അകമ്പടിയോടുകൂടി ആയിരിക്കുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വൈകുന്നേരം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകാനായിട്ടിരിക്കുന്ന വിഷയമടക്കം ഈ പ്രതിഷേധക്കാർക്ക് അവർ രാഷ്ട്രീയ വിഷയങ്ങളായി ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള പ്രതിഷേധ നടപടികളും പ്രതിഷേധ പരിപാടികളും തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ആ അപകടമുണ്ടായ സ്ഥലത്തേക്ക് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ പൂർണ്ണമായിട്ടും ആ ഭാഗം കെട്ടിയടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനം നിരോധിക്കുന്നൊരു നടപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ആ ബ്ലോക്കിലുണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള സർജറി ബ്ലോക്കിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 300-ലധികം രോഗികളെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ന് രാവിലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യമെന്ന് പറയുന്നത് ഒറ്റ രാത്രി ഒരു അപകടമുണ്ടായതിനു ശേഷം ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും രോഗികളെ ഒഴിപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ ആയിക്കൂടായിരുന്നു? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. 2012 മുതൽ തന്നെ ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട്, അവിടെ പാർപ്പിടയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ആശുപത്രി അധികൃതർ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും 13 വർഷങ്ങൾ അവിടെ തന്നെ ആ രോഗികളെ താമസിപ്പിച്ചത്, ആ ബലക്ഷയമുള്ള അപകട സാധ്യതയുള്ള കെട്ടിടത്തിൽ തന്നെ താമസിച്ചത് എന്ത് വിശ്വസിച്ചാണ്, ആൾക്കാരുടെ ജീവൻ എന്ത് വില നൽകിയിട്ടാണ് അവിടെ താമസിപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിനോടനുബന്ധമായിട്ട് ഉയരുന്നത്. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ സാധിക്കുമായിരുന്നെങ്കിൽ നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രസക്തമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച അത് വളരെ ഗുരുതരമാണ് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇനി അതിന്മേൽ ഏത് വിധത്തിലുള്ള നടപടികളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇനി ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വസ്തുത. സംഗീത. ഗോകുൽ, എന്താണെങ്കിലും കോട്ടയത്ത് ഇപ്പോഴും പ്രതിഷേധാഗ്നി തുടരുന്ന സാഹചര്യമാണ്. ഇന്ന് തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യമായിരുന്നു, പത്തനംതിട്ടയിലും അതുപോലെ തന്നെയായിരുന്നു. എന്താണെങ്കിലും നാടെങ്ങും പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ